വേണ്ടി എങ്ങനെയെങ്കിലും അയാളെ പിടിച്ച് നരകത്തിലെത്തിക്കാനുള്ള ക്ഷണം പിശാച് നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ ഒരിക്കലും അവനുണ്ടാക്കുന്ന കാൽപാദങ്ങളെ, അവനുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളെ, വസ്വാസുകളെ നിങ്ങൾ പിൻപറ്റരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്താൻ. വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത്. തഫ്സീറിൽ കാണാൻ സാധിക്കും, ഖുതുവാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനമല്ല, ബഹുവചനമാണ്. ഒരു നിലക്കല്ല അവൻ വരിക, പലതരത്തിലാണ് അവൻ വരിക. അതുകൊണ്ട് അവന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ ഒരാൾ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടാൽ, ആരെങ്കിലും പിശാചിന്റെ മാർഗത്തെ പിൻപറ്റി കഴിഞ്ഞാൽ, പിശാച് അവരോട് നല്ലതല്ല കൽപ്പിക്കുക, ഏറ്റവും മ്ലേച്ഛമായ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കും. എന്താണോ വൃത്തികേടുള്ളതെങ്കിൽ അതായിരിക്കും പിന്നെ ചെയ്യാൻ പറയാം. വറുക്കപ്പെട്ട തിന്മകളായിരിക്കും പിന്നെ അവൻ കൽപ്പിക്കുക. ഒരു മടിയും കൂടാതെ, യാതൊരു നിലക്കുമുള്ള ലജ്ജ പോലും തോന്നിപ്പിക്കാതെ മനുഷ്യരെ കൊണ്ട് ഇത്തരത്തിൽ വേണ്ടാത്തരങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളോട് പറയാണ്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹുവിന്റെ കാര്യത്തിൽ ആ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഉത്ബോധനം, അല്ലാഹുവിന്റെ ഉത്ബോധനം, അല്ലാഹുവിന്റെ താക്കീത്, അല്ലാഹുവിന്റെ മതം, ഇതിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റിക്കൊണ്ടുപോകാതെ, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ പിശാചി എന്ന് കൃത്യമായി കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മഹാവഞ്ചകനായ ഈ പിശാചിനെ നിങ്ങൾ ശത്രുവായി കാണണമെന്ന് പറഞ്ഞു. എന്തേ കാരണം? ദുനിയാവിൽ എനിക്കോ നിങ്ങൾക്കോ നാട്ടിലോ അല്ലെങ്കിൽ പൊതുരംഗത്തോ എവിടെയെങ്കിലും ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ കൊണ്ട് നമുക്ക് ശല്യം ഇഹലോകത്താണ്. ഒരുപക്ഷെ ആ മനുഷ്യന്റെ ശത്രുക്കൾ നമ്മൾ സഹിച്ചാൽ നമുക്കതിന് പ്രതിഫലമാണ്. ഭാവിയിൽ ചിലപ്പോൾ അയാൾ ശത്രുവിൽ നിന്ന് മാറി മിത്രമായി മാറിയേക്കാം. ഇതൊക്കെ ദുനിയാവിലെ ശത്രുക്കളുടെ അവസ്ഥയാണ്. എന്നാൽ പിശാചാകുന്ന ശത്രു ഒരിക്കലും തന്നെ നന്നാകാൻ സാധ്യതയില്ല, നന്മയിലേക്ക് വരാനുള്ള വകുപ്പില്ല. നമ്മുടെ ദുനിയാവ് മാത്രമല്ല, നമ്മുടെ പരലോകവും സ്വസ്ഥമായ എല്ലാ സുഖങ്ങളും നശിപ്പിച്ചു കളയുന്ന വല്ലാത്തൊരു ശത്രുവാണ് അവനെ ഖുർആൻ വിളിച്ചത്. ഒന്നുകിൽ ശൈത്താൻ എന്നാണ്, അല്ലെങ്കിൽ ഇബ്ലീസ് എന്നാണ്. രണ്ട് പ്രയോഗമുണ്ട്. ഇവനാണ് ആ മനുഷ്യനല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു. കാനമിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യനായിട്ടുള്ള ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ജിന്ന് വിഭാഗത്തിലെ ദുഷിച്ചവരായ മോശക്കാരായവരാണ് ശയാത്തീനുകൾ. മനുഷ്യന്മാരെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹ് പടച്ച വിഭാഗമാണ് അവർ. ഖുർആനിലെ ആയത്തിലാണ് ഞാൻ പറയുന്നത്. ഇനി അതിൽ തർക്കിക്കാൻ സംശയിക്കാൻ വേണ്ടെന്ന് വിചാരിച്ച ജിന്നുവർഗത്തെ നാം പടച്ചിരിക്കുന്നു മനുഷ്യർക്ക് മുമ്പ്, മനുഷ്യ തലമുറകൾക്ക് മുമ്പ്, ആദം നബിക്ക് മുമ്പ്. മിന്നാരിസ്മൂം, അത്യുഷ്ണമായ അഗ്നിജ്വാലയിൽ നിന്നാണ് അവരെ പടച്ചിരിക്കുന്നത്. അത്രമാത്രം ആ നിലക്ക് അവരുടെ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പറയാ, നിങ്ങൾ തെരഞ്ഞു നോക്കണ്ട, നിങ്ങൾക്ക് ഒരു നിലക്കും അവരെ കാണാൻ കഴിയൂല. ഇന്നഹു യറാക്കും, തീർച്ചയായും ആ വിഭാഗത്തിന് നിങ്ങളെ കാണാൻ പറ്റും. ഹുവ, അവൻ ഒരാളല്ല, അവ ഖബീലുഹു, അവന്റെ വർഗക്കാരുണ്ട്. ഒരാളല്ല, പിശാചുക്കൾ ഒരു കൂട്ടം ആളുകളുണ്ട്. മിൻ ഹൈതു ലാ തറൂനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ലാത്തതുപോലെ അവർക്ക് നിങ്ങളെ കാണാൻ പറ്റും എന്നുള്ളതും ഒരു വിഷയമാണ്. ഖുർആനിലെ ആയത്തിൽ എന്തത്ര വലിയ പ്രശ്നം. പിശാചിന് നമ്മളോടൊക്കെ ദേഷ്യമുണ്ട്, നമ്മളോടൊരു ശത്രുതയുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിനോട്. അതെന്തേ? അത് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഒന്ന് സുജൂദ് ചെയ്യണം, സമ്മതിച്ചില്ല. മനുഷ്യവർഗത്തിന് ഞാൻ സുജൂദ് ചെയ്യൂല. ഇല്ലാ ഇബ്ലീസ് ഇസ്തക്ബറ വകാന മിനൽ കാഫിരീൻ.
അവൻ അഹങ്കരിച്ചു. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട ഈ മനുഷ്യന് അഗ്നിജ്വാലയിൽ നിന്ന് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യേ പറ്റൂല, എനിക്ക് നിഷേധിച്ചു. അവൻ കാഫിറായി, കുഫർ കാണിച്ചു, അവൻ അഹങ്കരിച്ചു മാറി നിന്നു. അല്ലാഹുവിന്റെ കൽപ്പന അല്ലാഹു പറഞ്ഞു ഫഹ്ബിതു മിൻഹാ, ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പടിയിറങ്ങണം. ആര് കാരണം കൊണ്ടാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ആദം നബിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാമിനോടും അനുയായികളോടും അദ്ദേഹത്തിന്റെ സന്താനങ്ങളോടും അങ്ങേയറ്റത്തെ പകയോടെയാണ് പിശാച് നടക്കുന്നത്. ഫഹ്ബിതു മിൻഹാ, ഇറങ്ങി പോകാൻ പറഞ്ഞു. ഫഖ്റുജ്, നീ പുറത്തു പോകണം. ഇന്നക മിനസ് സാഹിരീൻ, ഇബ്ലീസേ ശൈത്താനേ നീ നിന്ദ്യനായിട്ടുണ്ടടാ, നീ മോശക്കാരനായിട്ടുണ്ട്, നിനക്കിനി സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. വഇന്ന അലൈകൽ ലഅനത ഇലാ യൗമിദ്ദീൻ, പ്രതിഫല നാൾ ദിവസം വരെ നിനക്ക് ശാപം ഉണ്ടായിരിക്കും. ആട്ടി പുറത്താക്കിയവനാണ് അവൻ. അതിന്റെ ദേഷ്യമാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഞാൻ ക്ഷമിച്ച് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും, എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കാൻ പറ്റും. ആയത്തുകളുടെ ഹദീസുകളുടെ വിശദീകരണം വായിക്കണം സുഹൃത്തുക്കളെ. ആ പിശാച് പറയാണ്, അങ്ങനെ പുറത്താക്കിയ സമയത്ത് അവൻ പറഞ്ഞ വാക്കിതാണ്, ഖാല റബ്ബി, റബ്ബേ ബിമാ ഗവൈതനീ, നീ എന്നെ ഈ രൂപത്തിൽ അങ്ങ് ഇറക്കി വിട്ടത് കൊണ്ട് ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർ ചെയ്യുന്ന തിന്മകളൊക്കെ ഞാൻ അവർക്ക് നല്ലതായി തോന്നിപ്പിക്കും. ഇതാണ് ശത്രുവിന്റെ പണി. നമ്മൾ എന്തൊരു വേണ്ടാത്തരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ, ഇതാണ് ശരി, നീയാണ് കേവൻ, ഈയാണടാ മുതൽ എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ് വലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവൻ മനുഷ്യവർഗത്തെയും ഞാൻ വഴികേടിലാക്കുമെന്ന് ഉറച്ചു പ്രതിജ്ഞയെടുത്ത് പുറത്തിറങ്ങി പോകുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ വഴികേടിലേക്കാനുള്ള എല്ലാ ശ്രമം നടത്തും. ഇബ്ലീസ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിലെ ഹദീസുകളൊക്കെ വായിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കാണ് അർശു ഇബ്ലീസ് ഫിൽ ബഹർ, അല്ലാഹുവിന്റെ അർശ് ആകാശ ലോകത്ത് ഏഴാം ആകാശത്തിന്റെ മുകളിലാണെങ്കിൽ പിശാചിന്റെ ഇബ്ലീസിന്റെ അർശുണ്ട് സമുദ്രത്തിലാണ്, കടലിലാണ്. ഫീ കുല്ലി യൗമിൻ യഫ്തിനൂൻ, എല്ലാ ദിവസവും ആ അർശിൽ ഇരുന്നുകൊണ്ട് തന്റെ കൂട്ടാളികളെ വിളിച്ചു വരുത്തിയിട്ട് ഫിത്ന പരത്തലാണ് അവന്റെ പണി. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ജാഗ്രത കാണിക്കാനാണ്. കുതന്ത്രങ്ങൾ വല്ലാതെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരുടെയും കൂടെ പിശാചുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനെ കേടുവരുത്താൻ. ഉണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുകയാണ്. ഒരു ദിവസം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ ഭർത്താവായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒന്ന് കേറി വന്നു. കേറി വരുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു തരം പ്രത്യേക ദേശത്തിലാണ് സംസാരിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന രൂപം ഒരു അല്പം ദേഷ്യത്തിലാണ് വരുന്നത്. വിധങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശൈത്താനെങ്ങാനും വന്നോ? എന്താണ് ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ചോദിക്കുകയാണ്, അത് എന്റെ കൂടെ പിശാച് വരുമോ നബിയേ? അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാവോ? നിബിധങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെയും കൂടെ അവനുണ്ട്. അവൻ ബോധിപ്പിച്ച ഓരോ കാര്യങ്ങൾ കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഖുതുവാത്ത്, നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത്. പിശാച് പല നിലക്കുമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് തരും. അതിന് ഉദാഹരണമാണ് ഏതാനും ചില വാക്കുകൾ ശ്രദ്ധിച്ചോ. ശിർക്കിലേക്ക്, കുഫറിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കും. അതവനെ നന്നാക്കി തോന്നിപ്പിക്കും. ചെയ്യുന്നത് പച്ച ശിർക്കും കുഫറിലും, പക്ഷെ ഇതാണ് ശരി, ഇതാണ് തൗഹീദ്, ഇതാണ് രക്ഷാമാർഗം എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അതിന് പേര് ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ കുറെ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കി, കിട്ടിയില്ല ആരെയും. 10 തലമുറ കഴിഞ്ഞു, ഒരു മനുഷ്യനും ശിർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ വന്ന് അങ്ങനെ പരമ്പരയായി കടന്നു വന്ന കൂട്ടത്തിൽ പിശാച് അവിടെ കയറിയിട്ട് അവരോട് പറഞ്ഞു, വദ്ദിനെയും സുവാഇനെയും യവൂസിനെയും നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. നല്ല മനുഷ്യന്മാരാണ് അവർ. പതുക്കെ അവർ ആദരിക്കാൻ ബഹുമാനിക്കാൻ തുടങ്ങി. അവർ മരിച്ചപ്പോ അവിടെ ഒരു എടുപ്പുണ്ടാക്കി വെറുതെ ഇരിക്കാൻ.
കുറച്ചുകൂടെ തലമുറ കഴിഞ്ഞപ്പോ പിന്നീട് പറഞ്ഞു, ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാ, നിങ്ങൾ ഇവരെയാണ് ആരാധിക്കേണ്ടത്. അന്ന് തുടക്കം കുറിച്ചു. എന്നിട്ട് അവരുടെ മനസ്സിൽ ഇതാണ് ശരി, ഇതാണ് തൗഹീദ്, ഇതാണ് നന്മ എന്ന് പിശാച് അവർക്ക് ഇട്ടുകൊടുത്തു. ഇന്നും നമ്മുടെ നാട്ടിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല, കുഫറല്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ്, ഞങ്ങൾ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ്, ഞങ്ങൾ അവരെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു ഉറൂസല്ലേ നടത്തുന്നുള്ളൂ, ഞങ്ങൾ ഖബറിനെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ഖബറിനെ ബഹുമാനിക്കുന്നല്ലേ ഉള്ളൂ. പിശാചിന്റെ പണി എന്താ? അവർ ചെയ്യുന്ന എല്ലാ വേണ്ടാത്തരങ്ങളും നന്നാക്കി തോന്നിപ്പിക്കലാണ് അവന്റെ പണി. സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിലൊരു രാജ്ഞിയുടെ ചരിത്രം പറയുന്നുണ്ട്, സബദ് രാജ്ഞി. സബദ് രാജ്ഞിന്റെ പണി എന്താ? സൂര്യനെ ആരാധിക്കലാണ്. സൂര്യനാകുന്ന അല്ലാഹുവിന്റെ മഹാത്ഭുതത്തെ ആരാധിക്കുന്ന നാട്ടിലുള്ള ജനങ്ങളെ പറ്റിയിട്ട് പറയാണ്. അല്ലാഹു പറയാ, അവർ ചെയ്യുന്ന സൂര്യ ആരാധന അവർക്ക് നന്നാക്കി തോന്നിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇതാണ് ശരി, അവർക്ക് തോന്നിപ്പിച്ചു. എന്നിട്ട് സത്യമാർഗത്തിൽ നിന്ന് അവരെ പിശാച് വഴിതെറ്റിച്ചു. ഇത് ഇന്നും എന്നും ലോകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നമ്മളെ ശിർക്ക് കുഫറിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റാനുള്ള പണി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏലസ് രൂപത്തിൽ വരാം, ചരട് രൂപത്തിൽ വരാം, ദർഗാ സിയാറത്ത് രൂപത്തിൽ കടന്നു വരാം. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ പരലോകമാണ് പിശാച് തകർക്കുക. മറ്റൊരു കാര്യം കാണാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, പരലോക ചിന്തയിൽ നിന്ന് നമ്മളെ മറപ്പിച്ച് കളയാം. ഖുർആൻ പറഞ്ഞത് എന്താ? ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അവൻ നിങ്ങളെ ദുനിയാവിന്റെ പേരിൽ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വെറും ദുനിയാവ് മോഹിയാകും, പരലോകത്തെ കുറിച്ച് ഒരു ചിന്തയിലേക്ക്. അപ്പൊ പിന്നെ നന്മ ചെയ്യാനും നല്ലതിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ അവൻ ആളുകളെ നശിപ്പിക്കാൻ നോക്കും. അതുമല്ലെങ്കിലോ അവൻ ചെയ്യുന്ന മറ്റൊരു പണി ഏതാണ്? മറ്റൊരു നിലക്ക് അവൻ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട് ദീനിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കും. ഇല്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അവനെ ഒരു കാര്യം ചെയ്യാൻ നിൽക്കില്ല. ഒരു ഹദീസിൽ നബി പറയാണ്, നിങ്ങളിൽ ഒരാളുടെ അടുത്ത് പിശാച് ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കും, മൻ ഖലഖ കദാ, ഇതാരുണ്ടാക്കിയതാണ്, മൻ ഖലഖ കദാ, ഇതാരുണ്ടാക്കിയതാണ്. അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ചോദിച്ചിട്ട് അവസാനം മൻ ഖലഖ റബ്ബുക, നിന്റെ റബ്ബിനെ ഉണ്ടാക്കിയതാരാണ്? അല്ലാഹു ഉണ്ടാക്കിയതാരാണ്? ഈ ചോദ്യം നിന്നോട് ചോദിച്ചാൽ അങ്ങനെ നിന്റെ മനസ്സിനോട് അങ്ങനെ ചോദ്യം വന്നു തുടങ്ങിയാൽ നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിച്ചോളൂ, പടച്ചവനോട് നിങ്ങൾ രക്ഷ ചോദിച്ചോളൂ. ശൈത്താൻ നിന്നെ സംശയത്തിലാക്കാണ്. പിന്നെയോ ആ ചോദ്യത്തിൽ നിന്ന്, അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുകയും ചെയ്യട്ടെ. മതത്തിൽ ആളുകളെ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് വസ്വാസുകളിലാക്കുക. അതുപോലെ തന്നെ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, നല്ലതായ സുന്നത്തായ നബി പഠിപ്പിച്ച സ്വഹാബത്ത് ചെയ്ത എത്രയോ സുന്നത്തുകളുണ്ട്, അതിനോട് ഇഷ്ടം വെക്കൂല. മറിച്ച് ആരും ചെയ്തു മാതൃകയില്ലാത്ത ബിദ്അത്തായ കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാം. ദീൻ പഠിപ്പിച്ച ദിക്ർ ചെല്ലൂല, ദീൻ പഠിപ്പിച്ച നിസ്കാരത്തിനോട് താല്പര്യം ഉണ്ടാവില്ല, ദീനിലില്ലാത്ത നോമ്പിനോടും ദിക്റിനോടും ഭയങ്കര മതിപ്പുണ്ടാക്കുക. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയതി, കൊലപാതകത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, തോന്നിവാസത്തെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അൽ ബിദ്അത്തു, മതത്തിന്റെ പേരിൽ ഇല്ലാത്ത നല്ല കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും താൻ ചെയ്യുന്ന ഈ തെറ്റിൽ നിന്ന് തൗബ പോലും ചെയ്യൂല. കാരണം അവന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്യുന്നത് ദിക്റാണ്, പുണ്യാണ്, സ്വലാത്താണ്, ദീനിൽ ഉള്ളതാണെന്ന് അവർ വിചാരിക്കുക. പിശാചിന് ഭയങ്കര ഇഷ്ടമാണ് സുന്നത്തുകൾ മനുഷ്യന്മാർ ഒഴിവാക്കുക, ദീനിലില്ലാത്തത് അവൻ ഇങ്ങനെ വലിയ കാര്യമായി കൊണ്ടു നടക്കുക. അതേപോലെ തന്നെയാണ് മറ്റൊരു ആയത്തിൽ, ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ, അവൻ നിങ്ങളെ കൊണ്ട് മ്ലേച്ഛ കാര്യങ്ങൾ തോന്നിപ്പിക്കുക,
തോന്നിവാസങ്ങൾ ചെയ്യിപ്പിക്കുക, വൃത്തികേടുകളെ കൊണ്ട് നിങ്ങളെ കൽപ്പിക്കുക, നിങ്ങൾക്കറിയാത്ത മതപരമായ കാര്യങ്ങൾ അള്ളാന്റെ പേരിൽ നിങ്ങൾ പറയുക. ഇപ്പൊ കുറെ ആൾക്കാർ അങ്ങനെയാണ്. പണ്ട് മൈക്ക് കെട്ടി വേദി കെട്ടി പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അതൊന്നും ആവശ്യമല്ലോ. തന്റെ ചാനലിലൂടെ തന്റെ വേദികളിലൂടെ മതം പറയുക, മതത്തിന്റെ യാതൊരു പ്രമാണങ്ങൾ പോലും പഠിച്ച് മനസ്സിലാക്കാത്തവർ പോലും ദീനിന്റെ ഹലാലും ഹറാമുമായ ഫത്വകൾ എണ്ണി വായിച്ച് വിശദീകരിച്ച് ജനങ്ങളെ സജ്ജനയിലാക്കുമ്പോ ഈ വാക്ക് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്കറിയാത്തത് അള്ളാന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നത് പിശാച് നിങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന കാര്യമാണ്. മറ്റുന്ന ഉലമാക്കന്മാർ രേഖപ്പെടുത്തിയതാണ് നല്ല കർമ്മമായ ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യേണ്ടുന്ന നിസ്കാരം വരെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും. ചിലർ പൂർണ്ണമായിട്ട് നിസ്കാരം ഒഴിവാക്കും, ചിലർ 4 5 3 2 അവരവന്റെ സൗകര്യത്തിൽ ചെയ്യും. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാളെ പറ്റിയിട്ട് പറയാം, ഒരു സഹാബിനെ പറ്റി ഒരാളെ പറ്റിയിട്ട് വിശദീകരിച്ച് സഹാബത്ത് പറഞ്ഞു കൊടുക്കുക. ഒരാളുണ്ട്, അയാൾ നേരം വെളുക്കുവോളം കിടന്നുറങ്ങും, നിസ്കരിക്കൂല. ഈ ഖുതുബ കേൾക്കുന്ന ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ ഈ വാക്ക് തറച്ച് കയറിയിട്ടില്ലെങ്കിൽ പറഞ്ഞോ, ഇന്ന് സുബ്ഹ് നമസ്കരിക്കാതെ ജുമുഅക്ക് വന്നവരുണ്ടെങ്കിൽ ഈ ഹദീസിന്റെ ബാക്കി കേട്ടോ. ഒരു മനുഷ്യനുണ്ട്, അയാൾ നേരം വെളുക്കുവോളം കിടന്നുറങ്ങുകയാണ്. നിസ്കാരത്തിലേക്ക് അവൻ വന്നിട്ടില്ല. എനിക്ക് പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് ജോലി ഇത് പെർഫെക്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. നിസ്കാരമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി അന്ന് പറഞ്ഞു കൊടുത്തപ്പോ നബി എന്താ പറഞ്ഞത്? നിസ്കാരല്ലേ, അത് ഉറക്കത്തിൽപ്പെട്ടതല്ലേ? നമ്മുടെ കഥ പറയാം. ഞാൻ ഉറക്കത്തിൽപ്പെട്ടു, മഴയായി, വണ്ടി സ്റ്റാർട്ടായില്ല. ഇത് എന്നും പറയാൻ പറ്റിയ കാരണമല്ല, എപ്പോഴെങ്കിലൊക്കെ പറയാം. എന്നും ഇത് പറയരുത്. നബിന്റെ മറുപടി എന്താ നിസ്കരിക്കാൻ പറ്റാത്തത്? പിശാചവന്റെ ചെവിയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്, അത് തുടച്ചു കളയാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, ഈ സൂക്കടുണ്ടെങ്കിൽ തിരുത്താൻ ആദങ്ങൾ പറയാണ്, ഇത് രാവിലെ സംഭവിക്കുന്ന ഒന്നല്ല. രാത്രി ഒരു മനുഷ്യൻ അങ്ങ് കിടക്കുന്ന സമയത്ത് ഒരാൾ രാത്രി കിടന്നുറങ്ങാണ്. ഉറങ്ങാൻ സമയത്ത് അവന്റെ തലക്കരികിലായി വന്നുകൊണ്ട് 3 വലിയ കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഉറങ്ങുമ്പോ 3 കെട്ടുകൾ ഇട്ട് പിശാച് വലിഞ്ഞ് മുറുക്കുന്നുണ്ട്. എന്താണ് പറയുന്ന ദിക്ർ? എന്താണ്? നന്നായി ഉറങ്ങിക്കോ, ഒരുപാട് സമയം നിനക്കുണ്ട്. നീക്കണട്ടോ എന്ന് ഓർമ്മപ്പെടുത്തൂല. നീ നന്നായി ഉറങ്ങിക്കോ, നിനക്ക് ഒരുപാട് സമയമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. പിന്നെ എപ്പോഴാണ് ആ കെട്ടഴിക്കാൻ പറ്റുക? സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത് ആ കെട്ടുമായി നടക്കുന്നവർക്കൊന്ന് നോക്കിക്കോ. അവൻ രാവിലെ അങ്ങ് ഉണർന്നു, അവൻ ഉറക്കിൽ നിന്ന് എണീറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നശൂർ. എത്ര ദിക്റുകളുണ്ട് രാവിലെ. അങ്ങനെ അല്ലാഹുവിനെ അവനങ്ങ് ദിക്ർ ചൊല്ലി സ്മരിച്ചാൽ ഇൻഹല്ലത ഉഖദതൻ, ഒരു കെട്ട് അഴിക്കും. പിന്നീട് അവനങ്ങ് ഓരോ ഉണ്ടാക്കിയാൽ ഇൻഹല്ലത ഉഖദതൻ, രണ്ടാമത്തെ കെട്ടഴിയുന്നു. എന്നിട്ട് അവൻ നമസ്കരിച്ചാൽ ഇൻഹല്ലത ഉഖദതൻ, മൂന്നാമത്തെ കെട്ട് അഴിക്കപ്പെടും. ചില ആൾക്കാർ ചിന്തിക്കുന്നു, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ തോന്നണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീയിലൂടെ വന്നത് തമാശയല്ല, ഊഹമല്ല, സംശയമല്ല, യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ട് നബി പറഞ്ഞു തരാണ്, ആ മൂന്നാമത്തെ കെട്ട് അഴിക്കപ്പെടും. ആ മനുഷ്യനായി തീർന്ന നല്ല സന്തോഷവാനായി, നല്ല ചിന്തകളുമായി ആ ദിവസം മുഴുവൻ അവന് നടക്കാൻ പറ്റും. ഈ 3 കെട്ടുമായാണ് നടന്നു പോകുന്നതെങ്കിൽ ദുഷിച്ച ചിന്തയുമായി ഒരു മടിയനായിട്ടായിരിക്കും അന്നവന്റെ ജീവിതം ഉണ്ടാവുക. നല്ലവണ്ണം ചിന്തിക്കുക. നമ്മുടെ പള്ളിയിൽ, നമ്മുടേതായ നാടുകളിൽ എത്ര ആളുകൾ പള്ളികളിൽ ജമാഅത്ത് നമസ്കാരത്തെ കൃത്യമാക്കാൻ ഈ ഹദീസൊക്കെ ഒന്ന് ചേർത്ത് വെച്ചോ?
ആരെയും മറ്റൊരാളുടെയും പേര് പറയണ്ട. അവനവന്റെ പേരിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ ഈ കെട്ടുമായാണോ എല്ലാ ദിവസവും ജോലിക്ക് പോണത്? ഞാൻ ഈ കെട്ടുകളുമായിട്ടാണോ എല്ലാ ദിവസവും എന്റെ കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്? നാശമേ, കെസിലാനായി, ഖബീസായി, മ്ലേച്ഛനായിട്ടാണ് അവന്റെ ദിവസങ്ങൾ വരുന്നത്. പിശാച് മനുഷ്യനുണ്ടാക്കുന്ന മറ്റൊന്നാണ് വസ്വാസ് ഉണ്ടാക്കുക. നിഷേധിക്കാൻ പറ്റുമോ? എത്ര ആളുകളുണ്ട് ഒതുണ്ടാക്കും? എല്ലാം കഴിഞ്ഞ് ഒതുവൊക്കെ മുഴുവനാക്കി കാലൊക്കെ കഴുകി പള്ളിയിലേക്ക് കയറാൻ സമയത്ത് പിന്നെ അവർക്ക് തോന്നും എന്റെ ഒതു ശരിയായിട്ടില്ല, വീണ്ടും പോവും. പിന്നെ പൂർണ്ണമായിട്ട് 4 പ്രാവശ്യം 5 പ്രാവശ്യം ഒക്കെ കഴുകി നോക്കും. എത്ര കഴുകിയാലും അവന് ഒതു ഉണ്ടാക്കിയത് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് വസ്വാസ്. നിസ്കരിക്കാൻ വരും, നിസ്കാരത്തിൽ കൈ കെട്ടും. 1ാമത്തെ കട്ട കെട്ടുമ്പോൾ ശരിയായി തോന്നില്ല. പിന്നെ ഒന്നും കൂടി പൊന്തിച്ചു നോക്കും, ശരിയാകുന്നില്ല. പിന്നെയും പൊന്തിച്ചു നോക്കും, നിസ്കാരം ശരിയാകില്ല. എന്തിനാ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖിൽ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഖുർആനിൽ പറഞ്ഞത് ദിവസവും ഓർത്തിക്കോ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് കുടുംബ പ്രശ്നം ഉണ്ടാക്കുക. ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹമുണ്ട്. ഭർത്താവിന് ഭാര്യയോട് നല്ല സ്നേഹമുണ്ട്. പക്ഷെ ദിവസം തല്ലാണ്, കച്ചറയാണ്. എന്താ കാര്യമൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ സിഹറുമായി ബന്ധപ്പെട്ട ഭാഗം പറഞ്ഞപ്പോ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അകൽച്ചയുണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ലോണം ചിന്തിക്കുക. നല്ലപോലെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്കിടയിൽ എങ്ങനെയെങ്കിലും അടിപിടികൾ ഉണ്ടാക്കി അകറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. എത്ര സന്ദർഭങ്ങളിൽ എന്നറിയോ? വിശുദ്ധമായ വചനങ്ങൾ കാണാൻ. ഹദീസിൽ ഒരു സംഭവം പറയാൻ കരയേണ്ടുന്ന നിമിഷമാണ് സുഹൃത്തുക്കളെ. ഒരു മനുഷ്യനങ്ങ് മരിക്കാനിരിക്കുന്ന സമയത്ത് വരെ പിശാച് വരും. മരിക്കുന്ന സമയത്ത് വരെ പിശാച് വരും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു മനുഷ്യൻ ഇങ്ങനെ മരണാസന്നനായി വെപ്രാളത്തിൽ കിടക്കുകയാണെങ്കിൽ ശൈത്താൻ വിളിച്ചു പറയും, എത്ര ഓടി വരൂ കൂട്ടാളികളെ, ഈ മനുഷ്യനെ ഇപ്പോഴെങ്കിലും വേണമെങ്കിൽ പിടിച്ചോ, ഇനി മരിക്കാൻ പോവുകയാണ്, ഇനി ഇവനെ കിട്ടൂല. നല്ലോണം ചിന്തിക്കാൻ മരണസമയത്ത് വരെ വന്നിട്ട് തോന്നിപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഈമാനില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ട് പിശാച് അവിടെ കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അഊദു ബിക അൻ യതഹബ്ബതനി അശ്ശൈത്താൻ ഇൻദൽ മൗത്ത്. അവസാനമായി ഈ ലോകത്ത് നിന്ന് വിട പറയും റബ്ബേ, പിശാചിന്റെ ദുർമന്ത്രങ്ങൾ ഏൽക്കാതെ അവന്റെ വസ്വാസുകളില്ലാതെ മരിക്കാൻ അല്ലാഹ് നിന്നോട് കാവൽ ചോദിക്കുന്നു. നമ്മളൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് ഇത് പറയണം. മറ്റൊരു കാര്യം പണ്ഡിതന്മാർ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അൽ ബാബുൽ അഅ്ളം, ഒരു പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഗേറ്റ് അൽ ജഹൽ, അറിവില്ലായ്മയാണ്. പഠിക്കാൻ വരൂല, ആസിന് വരൂല, തീരുത്ബോധനം വേണ്ട. എത്ര ഓഡിയോ അയച്ചു കൊടുത്താലും എത്ര വീഡിയോ അയച്ചു കൊടുത്താലും ഒരു 5 മിനിറ്റിന്റെ ഉപദേശം പോലും സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുണ്ടോ? ചിന്തിച്ചോ. നിന്റെ അറിവില്ലായ്മയാണ് പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ വാതിൽ. അറിവിന്റെ സദസ്സുകളോട് പുച്ഛത്തോടെ നീരസത്തോടെ ചവിട്ടി മാറ്റുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറക്കപ്പെടുന്ന ഒരു സമയത്ത് അന്ന് പോയി പഠിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. അതുകൊണ്ട് ദീനിന്റേതായ ഖുർആനിന്റേതായ മജ്‌ലിസുകൾ നന്നായി ഉപയോഗപ്പെടുത്തുക. ശൈത്താനിന്റെ ശർറുകളെ കുറിച്ച് പഠിക്കുക. ഞാൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വിശദീകരിച്ചത്. ആ നിലക്ക് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ സന്തോഷകരമായ ദുനിയാവും വിജയകരമായ പരലോകവും ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശക്തമായ ബോധമുണ്ടാവണം, പഠിക്കണം, അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ഫിത്നകളിൽ നിന്ന്, ശർറുകളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ.